മുതലപ്പുഴയിലെ ഇന്നത്തെ പ്രശ്നം ഈ കാണുന്ന മണലാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് റോഡ് നിർമ്മാണത്തിനായ ആവശ്യവും ഇതേ മണൽ തന്നെയാണ്. അതുകൊണ്ടാണ് മുതലപ്പുഴയിലെ ഡ്രഡ്ജിംഗ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്ന് നടത്തിയാലോ എന്നുള്ള ഒരു ആലോചനയിലേക്ക് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എത്തിയത്. നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടി ഇത് കൊടുത്തിരിക്കുകയാണ് ഈ മണലെടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതിന് എന്നാണ് ഈ പ്രാബല്യത്തിൽ വരുമെന്ന് അതും മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയാണ്. ഇപ്പോൾ ഈ 1.5 ആഴ്ച കൊണ്ട് തുടർച്ചയായിട്ട് ഇവിടെ അപകടമാണ്. ഇപ്പോൾ ഈ മണൽ മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അപകടം വീണ്ടും ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. 12ഓളം വള്ളങ്ങൾ ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇവിടെ കമന്നിരിക്കുകയാണ്. കമന്ന ആൾക്കാർക്ക് 10-12ഓളം ആൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇതിന്റെ പിന്നിലായി കാണുന്നതാണ് കണ്ണൂർ അഴീക്കൽ തുറമുഖത്ത് നിന്ന് മുതലപ്പുഴയിലെത്തിച്ച അത്യാധുനിക സംവിധാനങ്ങളുള്ള ചന്ദ്രഗിരി എന്ന ഡ്രഡ്ജർ. ഇവിടെ എത്തിയിട്ട് മാസം 3 കഴിഞ്ഞു. സാങ്കേതിക തകരാർ കൂടാതെ 5 ദിവസം പ്രവർത്തിക്കാൻ പോലും ഇതുവരെ ഇതിന് സാധിച്ചിട്ടില്ല. ചന്ദ്രഗിരിയുടെ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ സാധനങ്ങൾ അടുത്ത ആഴ്ചയോടുകൂടി എത്തുമെന്നാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് പറയുന്നത്. മുതലപ്പുഴയിൽ ഇതുവരെ 79 പേർക്ക് ജീവൻ നഷ്ടമായി. അപകടങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നവരും ഏറെയാണ്. വള്ളങ്ങൾ അപകടത്തിൽപ്പെട്ട ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായവരും കൂട്ടത്തിലുണ്ട്. മുതലപ്പുഴയിൽ ഓരോ തവണ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തും. ഈ പ്രതിഷേധങ്ങൾ തണുപ്പിക്കാൻ സർക്കാർ പുതിയ പദ്ധതികളുമായി വരും. പക്ഷേ നാളിതുവരെ ഒരു പദ്ധതി പോലും ഇവിടെ പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും അപകടങ്ങൾ ഉണ്ടാകുന്നതും. MS സുയിത്തിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.